ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇവിടെ നടാൻ പോകുന്നത് അവക്കാഡോ അല്ലേ, അവക്കാഡോ ഉണ്ട്. ഇത് നമ്മൾ മേടിച്ച അവക്കാഡോ ആണ്. അതിന്റെ സീഡ് എടുത്ത് വെച്ചിട്ട് നമ്മൾ നട്ട് വെച്ചിട്ടുണ്ട്. കണ്ട, ഇത് നട്ടതാണ്. ഇത് ഇപ്പൊ ഇത്ര വണ്ണം വെച്ചിട്ടുണ്ട്. ഇത് നടുന്നില്ല, പകരം അതിനു പകരം അതേപോലെ ഞാൻ നട്ടുവെച്ച വേറെ ഇത് ജസ്റ്റ് ഇതിൻ്റെ അകത്ത് വെച്ച് ഇത് മേടിച്ചതല്ല, ഇതേപോലെ സീഡ് നമ്മൾ നട്ടിട്ട് ഇത്ര ആയതാണ്. അപ്പൊ ഇതാണ് ഇന്ന് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ആ കവറിൻ്റെ അകത്തുനിന്ന് മാറ്റി ഇതിൻ്റെ വേര് കണ്ട് പുറമേ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നാടട്ടെ. അവിടെ കുളിച്ചിന്, പക്ഷേങ്കിൽ കൊതുകായിട്ട് നിൽക്കാൻ കഴിയുന്നില്ല. ഇവിടെ നട്ടിട്ടുണ്ട്. കൊതുകായതുകൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് വീഡിയോ പോയിട്ട് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. അതായത് നമ്മളിപ്പോൾ ചെടിയെല്ലാം നടൂല, നട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ ഇപ്പോൾ മഴക്കാലം എന്ന് വെച്ചാൽ പുല്ല് കുറേ വളരും. അപ്പോൾ നമ്മൾ എന്താക്കണം, ഇതേപോലത്തെ കാർഡ്ബോർഡിൻ്റെ പീസ് ഇട്ട് കൊടുത്താൽ. പക്ഷേ അതിൻ്റെ മേലെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റിക്കേഴ്സ്, പിന്നെ ഇതേപോലത്തെ പിന്നെ ഇതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ ഇട്ട് കൊടുത്താൽ മതി. അതേപോലെ അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. പുല്ല് വളരുന്നുണ്ട്. സാധാരണ നമ്മൾ ഈ ലില്ലിപ്പൂവില്ലേ, റെയിൻ ലില്ലി, ഇതിന് വന്നിട്ട് ഉള്ളി പോലത്തെ ഇതാണ് കിഴങ്ങ ഉണ്ടാവുക. പക്ഷെ ഇതിന് വിത്തും ഉണ്ടാവും. ഇത് വിത്തില്ല, ഇതിൻ്റെ ഈ ഫ്ലവർ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ഇത് അടിയിൽ ഒരു ഇതുപോലെ ഫോം ചെയ്യും. അതിൻ്റെ അകത്തുള്ള വിത്താണിത്. ഈ ബ്ലാക്ക് കളറിൽ വരുന്നത് ഇത് വിത്താണ്. ഇതിട്ട് കഴിഞ്ഞാൽ ചെടി വരും. കാരണം ഇതേക്കോളും. ഇതാണ് റെയിൻ ലില്ലിൻ്റെ സീഡ്സ്. ഈ സീഡ്സ് മഞ്ഞപ്പൂക്കളിന് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പിങ്കിനൊന്നും സീഡ്സ് വരുന്നില്ല. ഇതിന് മാത്രമേ ഇങ്ങനെ ഈ പൂ വന്നതിന് ശേഷം ഇതിൻ്റെ അടിയിലൊരു ഇതുണ്ടാവും ഇതേപോലെ. അത് എന്നിട്ട് ഇതിലാവും. എന്നിട്ട് ബ്ലാക്ക് കളർ ഞാൻ കളക്ട് ചെയ്ത് വെക്കട്ടെ.